കുവൈറ്റിലും ദുബായിലും ഡ്രൈവർ, ഹോം നഴ്സ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡെലിവറി ബോയ് തുടങ്ങിയ നിരവധി തൊഴിലവസരങ്ങൾ. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അൽഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഫോൺ 8589 995111, 9188 113138, 9188 113139, 8089 403969. നമസ്കാരം. ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണുത്തി നെല്ലങ്കരയിൽ പോലീസിന് നേരെ ഗുണ്ടാ ആക്രമണം. 3 പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തു. 4 പോലീസുകാർക്ക് പരിക്ക്. അക്രമമുണ്ടായത് വൈലേപ്പള്ളിയിലെ വീട് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ സ്ഥലത്തെത്തിയ പോലീസിന് നേരെ. വാളയാർ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ വിളയാട്ടം. നഗരപ്രദേശങ്ങളിലെത്തുന്ന ചുരുളിക്കൊമ്പൻ ഭീതി പരത്തുന്നു. മറ്റ് കാട്ടാനകളിൽ നിന്ന് വ്യത്യസ്തമായി ചുരുളിക്കൊമ്പൻ തിരിച്ചോടി വന്ന് അക്രമാസക്തനാകുന്നത് ഉൾക്കാട്ടിലേക്ക് കയറ്റാനുള്ള RRT സംഘത്തിന്റെ ശ്രമത്തിന് തിരിച്ചടി. വടക്കാഞ്ചേരി കാക്കിനിക്കാട് ജനവാസ മേഖലയിലെത്തിയ വാഴക്കൊമ്പൻ വീണ്ടും വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മണ്ണൂർ കൈമകുന്നത്തുകാവ് ട്രസ്റ്റിനെതിരെ വീണ്ടും ഭക്തജന കൂട്ടായ്മ. ശമ്പളം നൽകാതെ വെളിച്ചപ്പാടിനെ പുറത്താക്കിയ നടപടി പ്രതിഷേധാർഹമെന്ന ഭാരവാഹികൾ. നടപടിക്കെതിരെ വെളിച്ചപ്പാടും കുടുംബവും ക്ഷേത്ര മൈതാനിയിൽ ഉപവാസ സമരം ആരംഭിക്കും. ലോഹിതദാസ് വിട പറഞ്ഞിട്ട് 16 വർഷം. താരസാന്നിധ്യമില്ലാതെ ലക്കിടി അമരാവതിയിൽ ലോഹിതദാസ് അനുസ്മരണം. കുടുംബാംഗങ്ങൾക്കൊപ്പം ഒത്തുകൂടിയത് ലോഹിയെ ഇന്നും നെഞ്ചിലേറ്റുന്ന ചില ആരാധകർ മാത്രം. വാർത്തകൾ വിശദമായി. മണ്ണുത്തി നെല്ലങ്കരയിൽ പോലീസിന് നേരെ ഗുണ്ടാ ആക്രമണം. 3 പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. നെല്ലങ്കര വൈലോപ്പള്ളിയിൽ ഒരു വീട് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെത്തിയ പോലീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പുലർച്ചെയായിരുന്നു സംഭവം. 4 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലാണ് ആക്രമണമുണ്ടായതെന്നാണ് വിവരം. 15ഓളം പേരുള്ള സംഘമാണ് പോലീസിനെ ആക്രമിച്ചത്. ഇതിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ലഹരി പാർട്ടിയിൽ ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് സമീപവാസികൾ പോലീസിനെ വിവരമറിയിച്ചത്. പോലീസ് എത്തിയ ഉടൻ ഗുണ്ടാസംഘം അക്രമം അഴിച്ചുവിടുകയായിരുന്നു. 3 പോലീസ് വാഹനങ്ങൾ അക്രമികൾ അടിച്ചു തകർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാളയാറിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനയുടെ വിളയാട്ടം. ഇന്ന് പുലർച്ചെയാണ് ചുരുളിക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയത്. വനമേഖലയോട് ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയിരുന്ന കാട്ടാന നഗരപ്രദേശങ്ങളിലേക്ക് എത്തുന്നതാണ് ജനങ്ങളെ കൂടുതൽ ഭീതിയിലാക്കിയത്. പുലർച്ചെ വാളയാറിലിറങ്ങിയ ചുരുളിക്കൊമ്പൻ നിരവധി വീടുകൾക്കുള്ളിലേക്ക് കയറുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തു. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് RRT സംഘമെത്തി ഉൾക്കാട്ടിലേക്ക് ആനയെ കയറ്റാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് കാട്ടാനകളിൽ നിന്ന് വ്യത്യസ്തമായി ചുരുളിക്കൊമ്പൻ തിരിച്ച് ഓടിവന്ന് അക്രമാസക്തനാകുന്നത് ഉൾക്കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. മഴ പെയ്ത് തീറ്റയും വെള്ളവും കാടിനകത്തുണ്ടായിട്ടും കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങുന്നത് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാടിറങ്ങി ജനവാസ മേഖലയിലെത്തിയ വാഴക്കൊമ്പൻ വീണ്ടും കൃഷി നശിപ്പിച്ചു. വടക്കാഞ്ചേരി കാക്കിനിക്കാട് ഉന്നതിയിലാണ് ആന എത്തിയത്. വാഴക്കൊമ്പൻ നിരന്തരം ജനവാസ മേഖലയിൽ ഭീഷണി സൃഷ്ടിക്കുകയാണ്. വീണ്ടും കാടിറങ്ങിയ ആന കഴിഞ്ഞ ദിവസം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വടക്കഞ്ചേരി കാക്കിനിക്കാട് ഉന്നതിയിലാണ് ആന എത്തിയത്. ഊരുമൂപ്പൻ അനിലിൻ്റെ സഹോദരി പത്മിനിയും ഭർത്താവ് ശിവരാജനും താമസിക്കുന്ന വീടിന് തൊട്ടുമുന്നിലാണ് പുലർച്ചെ വാഴക്കൊമ്പൻ എത്തിയത്. തെങ്ങുകളും വാഴകളും വേലികളും നശിപ്പിച്ചു. പ്രദേശത്ത് ആദ്യമായി സ്ഥാപിച്ച സോളാർ വൈദ്യുത വേലികൾ കാലങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്ന് ഉന്നതി നിവാസികൾ പറയുന്നു. ഇത് വന്യമൃഗശല്യം രൂക്ഷമാകുന്നതിന് പ്രധാന കാരണമാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്രിപ്പാല അകലൂരിൽ സംവിധായകൻ ലോഹിതദാസിൻ്റെ 16ാമത് അനുസ്മരണം വസതിയായ അമരാവതിയിൽ നടന്നു. നാമമാത്രമായ ആരാധകരുടെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യത്തിലായിരുന്നു അനുസ്മരണ ചടങ്ങ്.
രാവിലെ 9 മണിയോടെ അദ്ദേഹത്തിന്റെ ചുരുക്കം ചില ആരാധകർ എത്തി. ലോഹിയുടെ ഭാര്യ സിന്ധുവും മകൻ വിജയ് ശങ്കറും വീട്ടിലുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞതോടെ 2-3 മാധ്യമപ്രവർത്തകരും എത്തി. 10-ൽ താഴെ പേർ മാത്രമായിരുന്നു ചടങ്ങിലെത്തിയത്. 9:30 ഛായാചിത്രത്തിൽ സിന്ധുവും മകനും കണ്ണീരോടെ തിരിതെളിയിച്ചു. തുടർന്ന് ആരാധകരും. പിന്നീട് സ്മൃതി കുടീരത്തിൽ സിന്ധുവും മകൻ വിജയ് ശങ്കറും പുഷ്പാർച്ചന നടത്തി. കൂടെ ആരാധകരും. ഇപ്പോഴും അദ്ദേഹത്തെ അനുസ്മരിക്കാൻ എത്തുന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന് സിന്ധു നിറകണ്ണുകളോടെ STV ന്യൂസിനോട് പറഞ്ഞു. ആ ഓർമ്മ ദിവസം ഓർമ്മ പുതുക്കാനായിട്ട് ഇത്രയും ആളുകൾ വരുന്നുണ്ടല്ലോ. അല്ല, ഇവിടെ വന്നവർ മാത്രമല്ല കേട്ടല്ലോ, സാറിനെ ഓർമ്മിക്കുന്നവർ വരാത്തവരും ഉണ്ട്. പക്ഷെ വരാനും ഒക്കെ നമുക്ക് ഈ മണ്ണിൽ വന്ന് ഇതൊക്കെ ചെയ്യാനൊരു കാലമുണ്ട്. എന്തായാലും ലോഹിയുടെ സഹപ്രവർത്തകനും സംവിധായകനുമായ ഉദയശങ്കരൻ പുഞ്ചപ്പാടം, കണ്ണൂരിൽ നിന്നെത്തിയ ആരാധകനായ ബിജു ആയംകോട് വാരം, രമേശ് ടി കുട്ടൻ, രാജേഷ് കുഞ്ചൻ സ്മാരകം, സലാം വന്നേരി, അജിത്, സുബ്രഹ്മണ്യൻ അങ്ങാടിപ്പുറം തുടങ്ങിയവരും പങ്കെടുത്തു. എൻ്റെ പേര് ഉദയശങ്കർ എന്നാണ്. സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിരുന്നു. പിന്നീട് അവസാന കാലഘട്ടത്തിൽ അസോസിയേറ്റൊക്കെ ആയിരുന്നു. സാറ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കൂടെ ഉണ്ട്. തന്നെ ഇപ്പോൾ കൂടിയിട്ടുള്ള ഫീൽ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മണ്ണൂർ കൈമകുന്നത്തുകാവിൽ നിന്ന് ശമ്പളം പോലും നൽകാതെ വെളിച്ചപ്പാടിനെ പുറത്താക്കിയ നടപടിക്കെതിരെ വെളിച്ചപ്പാട് ചന്ദ്രമോഹനും കുടുംബവും ക്ഷേത്രമൈതാനിയിൽ ഉപവാസമിരിക്കുമെന്ന് ഭക്തജന കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉപവാസ സമരം ആരംഭിക്കും. അന്ന് തന്നെയാണ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങും പ്രസാദവൂട്ടും നടക്കുന്നത്. ഞായറാഴ്ച തന്നെയാണ് മണ്ണൂർ കായ്മകുന്നത്തുകാവ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ദിനവും പ്രസാദവൂട്ടും നടക്കുന്നത്. ഇത് സംബന്ധിച്ച് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രസിഡന്റ് രാജേഷ് പൊതിയത്ത്, സെക്രട്ടറി ദിവൈ കേരളശ്ശേരി, വൈസ് പ്രസിഡന്റ് ഭഗത് കുമാർ, തങ്കപ്പൻ, സന്തോഷ്, രവി, മുരളി, PC പ്രീതത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിപ്പോസിറ്റ് ഉള്ളത് മണ്ണൂരിലെ സാധാരണക്കാർ നൽകിയ പണമാണ്. ആ പണത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു ജമ്മികളാണ് ഞങ്ങൾ, കൃഷിഭൂമിയല്ല, ഞങ്ങളുടെ ഇപ്പോഴത്തെ വരുമാന മാർഗം അമ്പലമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ട്രസ്റ്റ് ബോർഡിനെതിരെയാണ് ഞങ്ങൾ ഈ പ്രസ്താവന ഇറക്കുന്നത്. ഈ നാളെ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ദിനവും അതോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനവും നടക്കുമ്പോൾ മണ്ണൂരിലെ തന്നെ ദേവിയുടെ പ്രതീകമായിട്ടുള്ള വെളിച്ചപ്പാടും അദ്ദേഹത്തിന്റെ കുടുംബവും ആക്സിഡന്റിൽ തൊഴിൽ ചെയ്യാൻ പോലും സാധ്യതയില്ലാത്ത ഒരു മകൻ ഉൾപ്പെടുന്ന ആ കുടുംബം പട്ടിണി കിടക്കുകയാണ് എന്നുള്ളത് ഭക്തജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രപ്രസ്താവന നടത്തേണ്ടതായിട്ട് വന്നത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പറളിയിൽ നടക്കുന്ന CPI മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്താനുള്ള കൊടിമരം മണ്ണൂരിൽ നിന്ന് പറളിയിലെത്തിച്ചു. മണ്ണൂർ പൊട്ടുപാറയിൽ മരണമടഞ്ഞ CPI ബ്രാഞ്ച് സെക്രട്ടറി വിജയന്റെ ഓർമ്മയ്ക്കായി സഹധർമ്മിണി രാധയുടെ കയ്യിൽ നിന്നും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വേലു കൊടിമരം ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് 52 ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞ് മണ്ഡല സമ്മേളനത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നു മുതൽ നാളെയും മറ്റന്നാളുമായി പറളിയിൽ വെച്ച് നടക്കുന്ന സമ്മേളനം വളരെ നല്ല രീതിയിൽ അതിൻ്റെ സംഘടനാ വർഗം നടത്തിക്കൊണ്ടാണ് സമ്മേളനത്തിലേക്ക് പോകുന്നത്. ജാഥ ക്യാപ്റ്റൻ തങ്കപ്പൻ കൊടിമരം ഏറ്റുവാങ്ങി. ബൈക്ക് റാലികളുടെ അകമ്പടിയോടെ സമ്മേളന നഗരിയിലെത്തിച്ചു. പറളി ലോക്കൽ സെക്രട്ടറി ശശികുമാർ കൊടിമരം ഏറ്റുവാങ്ങി. ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു, N തങ്കപ്പൻ, M ജയകൃഷ്ണൻ, P ബാബു, CP ദാസൻ, രാജേഷ്, CP രാമകൃഷ്ണൻ, K കാളിദാസൻ എന്നിവർ സംസാരിച്ചു. നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് കൊടിമരം പറളിയിലെ സമ്മേളന വേദിയിലെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പറളിയിൽ നടക്കുന്ന CPI മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി കൊടിമര സംഗമ ജാഥ നടത്തി. സംഗമ ജാഥ CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ കമ്മിറ്റി അംഗം KR മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പറളി ലോക്കൽ സെക്രട്ടറി PD ശശികുമാർ, പാലക്കാട് മണ്ഡലം സെക്രട്ടറി മുരളി K താരക്കാട്, AS ശിവദാസ്, K കൃഷ്ണൻകുട്ടി, K മല്ലിക, തങ്കപ്പൻ മണ്ണൂർ, KV വസന്ത, PA അരുൺദാസ്, EK ബാലകൃഷ്ണൻ, ജയകൃഷ്ണൻ, ജമാൽ, സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KV ബാബു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KSSPU അമ്പലപ്പാറ യൂണിറ്റ് കൺവെൻഷൻ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു. യൂണിയൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി 10,000-കണക്കിന് പെൻഷൻകാർ അണിനിരന്ന പ്രകടനവും അവിടെ നടന്നു. ആ സമ്മേളനത്തിൽ നമ്മുടെ പെൻഷൻകാർക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തെല്ലാം ലഭിക്കാനുണ്ട്, നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പരിശോധിക്കുകയും അതിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ 29-ാം തീയതി സംസ്ഥാന കമ്മിറ്റി കൂടുകയും തുടർന്ന് ഈ സംഘടന എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് K വിജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി U രാജഗോപാലൻ, P വാസുദേവനുണ്ണി, NM നാരായണൻ നമ്പൂതിരി, KK ഗൗരി, KT പുരുഷോത്തമൻ, P ചിത്രഭാനു, VT ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നവാഗതരായ പെൻഷൻകാർക്ക് സ്വീകരണം നൽകി. 80 കഴിഞ്ഞ പെൻഷൻകാരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബ്ബ് പുരസ്കാര വിതരണം കഴിഞ്ഞ ദിവസം നടന്നു. പ്രൈഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശൈലേഷ് C നായർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിലെ മാധ്യമങ്ങളിലെയും പരസ്യ ഏജൻസികളിലെയും മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബ്ബ്. ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ആർദ്ര ശങ്കർ, ബിനിറ്റ ആൻ രഞ്ജിത്ത്, AN ദീപ്ത എന്നീ വിദ്യാർത്ഥികളെയാണ് അക്കാദമിക് എക്സലൻസ് പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചത്. പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ നടത്തിയ ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശൈലേഷ് C നായർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീജിത്ത് കടത്തനാട്, സെക്രട്ടറി KE ഷിബിൻ, ട്രഷറർ AR അരുൺ, രക്ഷാധികാരി N രാജീവ്, ക്ലബ്ബ് അംഗങ്ങളായ PM മാത്യു, MV അനീഷ് കുമാർ, സുനിൽ വർഗീസ്, C ഗോപൻ, KL അനീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണുത്തി നെല്ലങ്കരയിൽ പോലീസിന് നേരെ ഗുണ്ടാ ആക്രമണം. 3 പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തു. 4 പോലീസുകാർക്ക് പരിക്ക്. അക്രമമുണ്ടായത് വൈലേപ്പള്ളിയിലെ വീട് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ സ്ഥലത്തെത്തിയ പോലീസിന് നേരെ. വാളയാർ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ വിളയാട്ടം. നഗരപ്രദേശങ്ങളിൽ എത്തുന്ന ചുരുളിക്കൊമ്പൻ ഭീതി പരത്തുന്നു. മറ്റ് കാട്ടാനകളിൽ നിന്ന് വ്യത്യസ്തമായി ചുരുളിക്കൊമ്പൻ തിരിച്ചോടി വന്ന് അക്രമാസക്തനാകുന്നത് ഉൾക്കാട്ടിലേക്ക് കയറ്റാനുള്ള RRT സംഘത്തിന്റെ ശ്രമത്തിന് തിരിച്ചടി. വടക്കാഞ്ചേരി കാക്കിനിക്കാട് ജനവാസ മേഖലയിലെത്തിയ വാഴക്കൊമ്പൻ വീണ്ടും വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മണ്ണൂർ കൈമകുന്നത്തുകാവ് ട്രസ്റ്റിനെതിരെ വീണ്ടും ഭക്തജന കൂട്ടായ്മ. ശമ്പളം നൽകാതെ വെളിച്ചപ്പാടിനെ പുറത്താക്കിയ നടപടി പ്രതിഷേധാർഹമെന്ന ഭാരവാഹികൾ. നടപടിക്കെതിരെ വെളിച്ചപ്പാടും കുടുംബവും ക്ഷേത്ര മൈതാനിയിൽ ഉപവാസ സമരം ആരംഭിക്കും. ലോഹിതദാസ് വിട പറഞ്ഞിട്ട് 16 വർഷം. താരസാന്നിധ്യമില്ലാതെ ലക്കിടി അമരാവതിയിൽ ലോഹിതദാസ് അനുസ്മരണം. കുടുംബാംഗങ്ങൾക്കൊപ്പം ഒത്തുകൂടിയത് ലോഹിയെ ഇന്നും നെഞ്ചിലേറ്റുന്ന ചില ആരാധകർ മാത്രം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.